എൻ പൂത്തുമ്പി പെണ്ണും തഞ്ചി തഞ്ചി നൂറിഷ്ടങ്ങൾ കൊഞ്ചി പുഞ്ചിരി താരങ്ങൾ പൂത്തിടും രാവെത്തി കൂടേറാൻ പോരുകില്ലേ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഡെയിലി വ്ളോഗാണ്. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഉണ്ണികളുടെ ഫസ്റ്റത്തെ കുത്തിവയ്പ്പാണ്. അതായത് 1.5 മാസത്തിൻ്റെ 6ാമത്തെ ആഴ്ചത്തെ കുത്തിവയ്പ്പാണ്. ഇന്ന് ബുധനാഴ്ചയാണ്. ഇന്ന് ജൂലൈ 14 ആണ്. ജൂലൈ 17 ആണ്. അപ്പോൾ ഇന്നാണ് കുത്തിവയ്പ്പ്. ഇപ്പോൾ മോർണിംഗ് ഒരു ടൈം ഒരു 7:30 നൈറ്റ് ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഞാൻ കുറേ നേരം എണീറ്റ് നടക്കലൊക്കെ ആയിരുന്നു. ഇവർക്ക് ഫീഡിങ് ചെയ്യാനായിട്ട് ഫോർമുല കലക്കാനും പിന്നെ അത് കൊടുക്കാനും ഒക്കെ ആയിട്ട് ഒരു 5-6 വട്ടമൊക്കെ ഇരുന്ന് കൊടുത്തു. ഇപ്പോൾ മോർണിംഗ് ആയിട്ടപ്പോഴത്തെ എനിക്ക് വയറുവേദന, നീർക്കെട്ടിൻ്റെ വയറുവേദന, പിന്നെ ഉറങ്ങാത്തതുകൊണ്ട് തന്നെ കണ്ണ് ഭയങ്കര വെയിറ്റ് വെച്ച പോലെയൊക്കെ ആയിരുന്നു. മോർണിംഗ് ഒരു 7 മണി ആ സമയത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഞാൻ കുറച്ച് നേരം കൂടി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിരുന്നു. 12 മണി വരെയുള്ളൂ നമുക്ക് കുത്തിവയ്പ്പിൻ്റെ സമയം. സോ ഒരു 11 മണി നമ്മൾക്ക് ഇവിടെ എത്തണം. വീടിനടുത്ത് തന്നെയാണ്, ഒരു 2 കിലോമീറ്ററൊക്കെ ഉള്ളൂ ഇവിടുന്ന്. പിന്നെ കിടക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു, പക്ഷെ കിടക്കാൻ പറ്റിയില്ല. ഉണ്ണികൾ 2 പേര് കഴിഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ അവരെ കൂടി ഇപ്പോൾ ഇരിക്കുകയാണ്. 2 പേരും കൂടെ കിടന്ന് 2 പേരും കൂടെ കിടന്നിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും കിടക്കാൻ പറ്റില്ല. എന്നാൽ കരുതിയെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം വീഡിയോ എടുക്കാമെന്ന് കരുതി. കുത്തിവയ്പ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഉണ്ണികൾക്ക് ഇങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഉണ്ണീനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റത്തെ കുത്തിവയ്പ്പ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. 2nd 3rd ആയിരുന്നു ഇത്തിരി ബുദ്ധിമുട്ട്. അവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൊച്ചു സീനാക്കും ചിലപ്പോൾ. ആമി അറിഞ്ഞുകൂടാ, കൊച്ചു അല്ലെങ്കിൽ സീനാണ്. കേട്ടോ അവനാണ്, കൊച്ചുമാണ്. അവന് നമ്മളെപ്പോഴും ഇങ്ങനെ എടുത്തോണ്ടിരിക്കണം. അങ്ങനെയാണ് ആള്. നിലത്ത് വെച്ച് അപ്പ കരയും. അങ്ങനെയാ കൊച്ചു. അപ്പോൾ ഇനി ഇവരെ ഒന്ന് സെറ്റാക്കാനുണ്ട്. ഇവരെ ഞാൻ ഫീഡ് ചെയ്ത് എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ 2 പേരും ഇനി പൊതിഞ്ഞ് വെക്കണം. പൊതിഞ്ഞ് വെച്ച് 2 പേരും ഉറങ്ങും. നല്ല തണുപ്പായതുകൊണ്ട് പുറത്ത്. ഇവർക്ക് കൊച്ചിന് തീരെ തണുപ്പ് പറ്റില്ല. തണുത്ത് കഴിഞ്ഞാൽ തീരെ ഉറങ്ങില്ല, നല്ല വാശി പിടിക്കും. ആമി പിന്നെയും ചെറുതായിട്ടൊക്കെ ഒന്ന് സഹിക്കും. അപ്പോൾ 2 പേരും നന്നായിട്ട് പൊതിഞ്ഞ് വെച്ചിട്ട് കൊച്ചിനെ ഡയപ്പർ ചേഞ്ച് ചെയ്ത് മുണ്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ അതിൻ്റേതായ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കെട്ടി വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകണമെങ്കിൽ പൊതുവെ ഞാനായിരിക്കും ലേറ്റ് ആക്കുക. അവിടെ തട്ടി ഇവിടെ തട്ടി നടന്ന് പോകുന്ന സമയത്തേക്ക് ആയിരിക്കും ഞാൻ റെഡിയാവാൻ നടക്കുക. അപ്പോൾ ഒന്നും അതിന് നിൽക്കണില്ല. ഞാൻ വേഗം പോയിട്ട് പല്ല് തേച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം. എന്നിട്ട് പിന്നെ ഇവരെ കുളിപ്പിച്ച് ഇവരെ കാര്യങ്ങൾക്ക് സെറ്റാക്കണം. സോ വീഡിയോ കൂടി എടുക്കുന്ന പറയുമ്പോൾ അതിന് എക്സ്ട്രാ ഒരു ടൈം നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഞാൻ അധികം സംസാരിച്ച് ഞാൻ സമയം കളയുന്നില്ല. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് പല്ല് തേച്ച് ടിഫിൻ കഴിച്ച് കുളിച്ചിട്ട് സെറ്റായിട്ട് വരാം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ അടുക്കളയ്ക്കാണ് പോയത്. രാവിലെ എന്താ ഉണ്ടാക്കണേന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പം നോക്കിയപ്പോൾ അമ്മ അതേ വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ കുറേ നാളായിരിക്കുന്നു ഇങ്ങനെ പ്രോപ്പറായിട്ട് ടിഫിനൊക്കെ ഉണ്ടാക്കിയിട്ട്. ഉണ്ണികളെ നോക്കണ ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയിട്ട് എന്തെങ്കിലും മിക്ക ദിവസവും പുട്ട്, ദോശ, ഉപ്മാവ് ഇതന്നെയായിരുന്നു പതിവായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പതിവിലും വിപരീതമായിട്ടാണ് കുറേ നാൾക്ക് ശേഷം വെള്ളയപ്പം ഉണ്ടാക്കുന്നത് വീട്ടിൽ. അത് കണ്ടതും പിന്നെ അങ്ങനെ ഇങ്ങനെ അതൊന്നും സമയമൊന്നും കളഞ്ഞില്ല. വേഗം തന്നെ പല്ലേച്ച് ഭക്ഷണം കഴിക്കാനാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിനു മുൻപ് ഹാളിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് ഉണ്ണി ഇവിടെ നിന്നിട്ട് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴായി പിന്നെ കുറേ നേരമൊക്കെ നിന്ന് ഇരുന്നിട്ടൊക്കെ TV ഒക്കെ കണ്ടു തുടങ്ങിയിട്ടോ. ഫോൺ ഇപ്പോൾ അവൻ ഒട്ടും കൊടുക്കാറില്ല. ആകെ കാണുന്നത് TV തന്നെയാണ്. ഇപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം TV വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെ കാർട്ടൂണൊന്നും കാണില്ല. എന്തെങ്കിലും പരസ്യങ്ങളൊക്കെയാണ് അവൻ കൂടുതൽ കണ്ടു നിൽക്കുക. അങ്ങനെ പിന്നെ ഞാൻ വേഗം പോയി പല്ലേച്ച് വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പം അമ്മയാണ് സർവ് ചെയ്ത് തരുന്നത്. അപ്പം അമ്മ എന്ത് ചെയ്തു, സൈഡിൽ ഒഴിക്കാമെന്ന് കരുതി കറി. പക്ഷെ എനിക്കാണെങ്കിൽ സൈഡിൽ ഒഴിക്കുന്നതല്ല ഇഷ്ടം. നമ്മൾ ആ ഫുഡിൻ്റെ മുകളിൽ കൂടെ തന്നെയാണ് കറി ഒഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ എന്ത് വെച്ചാൽ അതുപോലെ തന്നെ വെച്ചിട്ട് മുകളിൽ കൂടെ തന്നെ കറി ഒഴിച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അങ്ങനെ ഞാൻ നേരെ ഫുഡ് എടുത്തിട്ട് ഉണ്ണിയുടെ കൂടെ കഴിക്കാൻ വന്നിരുന്നു. അങ്ങനെ ഞാനും അവനും
ഞാനും ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. പക്ഷെ അവന് അപ്പം തീരെ ഇഷ്ടമായില്ല. അപ്പം അവന് ഇഷ്ടമല്ല കഴിക്കാൻ. അവന് കൂടുതൽ ഈ ഗ്രീൻ പീസ് ആയിരുന്നു ഇഷ്ടം കറിയിൽ കഴിക്കാനായിട്ട്. അപ്പോൾ അവനത് മാത്രം ചോദിച്ച് നിൽക്കായിരുന്നു. പിന്നെ അവൻ എരിയണത് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് എനിക്ക് വന്ന് ടേബിളിൽ വന്നിരുന്ന് കഴിക്കാനിരുന്നു. ഇനി അവിടെ ഞാൻ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കിട്ടാൻ വേണ്ടി നല്ല വാശി പിടിക്കും. എത്ര ഇരിഞ്ഞാലും കുഴപ്പമില്ല, അവൻ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാനായിട്ട് മാറിയിരുന്നതാണ്. അപ്പോൾ ചായ കണ്ടപ്പോൾ അവന് ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത്തിരി ചായ ഒഴിച്ച് കൊടുത്തു. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് സമയം ഒട്ടും കളഞ്ഞില്ല കേട്ടോ. ഞാൻ ഓടിപ്പോയി കുളിച്ച് വന്നു. ഞാൻ കുളിച്ച് വന്നപ്പോഴേക്കും അമ്മ കൊച്ചുവിനെ കുളിപ്പിച്ച് കൊണ്ടുവന്നിരുന്നു. കൊച്ചുവിനെയാണ് ആദ്യം കുളിപ്പിക്കുക, പിന്നീടാണ് ആമീനെ കുളിപ്പിക്കുക. അപ്പോൾ കൊച്ചുവിനെ കുളിപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ അവൻ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ട് അവന് ഞാൻ ക്രീം തേച്ച് കൊടുക്കുകയാണ്. ഉണ്ണികൾക്ക് ഞാൻ സബാമെഡിൻ്റെ സോഫ്റ്റ് ക്രീമാണ് ഞാൻ അവർക്ക് ഫേസിലും ബോഡിലും ഞാൻ യൂസ് ചെയ്യണത്. ഞാൻ അങ്ങനെ വേറെ ലോഷൻസ് ഒന്നും യൂസ് ചെയ്യണില്ല. ഈ ക്രീം തന്നെയാണ് ഞാൻ ഉണ്ണിക്കും ഫസ്റ്റ് തൊട്ടേ അവൻ്റെ ബോഡിയിലായാലും ഫേസിലാണ് ഞാൻ തേച്ച് കൊടുത്തിരുന്നത്. അവനെ ഒന്ന് സെറ്റാക്കി കഴിയുമ്പോഴേക്കും അമ്മ ആമീനെ കൊണ്ടുവന്നു. അപ്പോഴേക്കും ഉണ്ണി റൂമിലേക്ക് വന്നു. അതുകൊണ്ട് അവളെ ഒരുക്കണത് എടുക്കാൻ പറ്റിയില്ല. കാരണം ഉണ്ണീനും കൂടി നോക്കണമെന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും കാണിച്ചു കൊടുത്ത് നിർത്തണം. അപ്പോൾ ഫോൺ അവന് കൊടുത്തു. അങ്ങനെ ആമീനെ ഒരുക്കി ഞങ്ങൾ എല്ലാവരും റെഡിയായി. അപ്പോൾ ഉണ്ണിക്ക് ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ട് കൊടുത്തത്. ഇത് കൊച്ചുവിന് കൊണ്ടുവന്ന ഡ്രസ്സാണ്. ഉണ്ണികളെ കാണാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ അവർ കൊണ്ടുവന്ന ഡ്രസ്സാണ്. പക്ഷെ അവർക്കിത് പാകമാവണമെങ്കിൽ 2 വർഷമെങ്കിലും എടുക്കും. അപ്പോൾ ഞാൻ കരുതിയെന്ന് വെച്ചാൽ ഉണ്ണിക്ക് ഇട്ട് കൊടുക്കാം. അവൻ്റെ ഏജിലുള്ള ഡ്രസ്സായിരുന്നു ഇതിട്ട് ഞാൻ അത് അവൻ ഇട്ട് കൊടുക്കാണ് ഇപ്പോൾ ചെയ്യണത്. ഇനി അങ്ങോട്ട് വെയിറ്റിംഗ് ആണ്. ചേട്ടൻ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ചേട്ടനെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന കഥ ഞാൻ പ്രത്യേകിച്ച് പിന്നെ പറയണ്ടല്ലോ. എല്ലാ വ്ളോഗിലും എന്തെങ്കിലും നമ്മൾ പുറപ്പെടാനുള്ള ഒരു വ്ളോഗാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ചേട്ടൻ ലേറ്റ് ആണെന്ന്. ചേട്ടൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലേറ്റ് ആയിട്ടേ വരുള്ളൂ. ഈ ഇടയ്ക്ക് ഞാൻ ഐലൈനറിൻ്റെ ഒരു ട്യൂട്ടോറിയൽ കണ്ടിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ കണ്ണൊന്നും അതുപോലെ എഴുതിയതാണ്. ഞാൻ അങ്ങനെ പൊതുവേ കണ്ണൊന്നും എഴുതാറില്ല. കാരണം കണ്ണിൻ്റെ അവിടെ അധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് വല്ലാണ്ടുള്ള അലങ്കാര പണികളൊന്നും ഞാൻ അവിടെ ചെയ്യാറില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേഗം വന്ന് മുടി കെട്ടാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ ബ്രദർ സൈഡിൽ കൂടെ പോയത്. അപ്പോൾ അവനെ കാണിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടാട്ടത്. കാരണം അവനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഡെലിറ്റ് ആക്കാൻ പറയും. അത് വേണ്ടാന്ന് എഴുതിയിട്ടാണ് ഞാൻ ഒളിച്ചും ഭാഗത്ത് നിൽക്കുന്നത്. അങ്ങനെ ഞാൻ സാധാ എന്നും കെട്ടുന്ന പോലെ മുടി ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പിട്ട് കെട്ടി. ഞാൻ ഇപ്പോഴുള്ള ഡ്രസ്സ് ഒരു ഫീഡിങ് ടോപ്പാണ്. ഉണ്ണീനെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് പുറത്ത് പോകുമ്പോൾ ഇടാന്ന് എഴുതിയിട്ട് വാങ്ങിയ ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തൊടാം. ഭയങ്കര ലൂസാണ്. പിന്നെ കെട്ടുന്ന ടൈപ്പൊക്കെയാണ്. അതുകൊണ്ട് എടുത്തുള്ളതാണ്. വാക്സിനേഷന് വന്നിട്ട് അമ്മമാരിരുന്ന് പാല് കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ വേണ്ടി വന്നിട്ടില്ല. എന്നാലും ഇവരുടെ കാര്യത്തിൽ എങ്ങനെയാവും എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ റെഡി ആകുമ്പോഴാണ് ഉണ്ണി റൂമിൽ കിടക്കേമേലേക്ക് കയറുന്നത് കണ്ടത്. എനിക്ക് ഭയങ്കര പേടിയാട്ടോ അവൻ കട്ടിൽമ കയറുന്നത്. കാരണം അവനിങ്ങനെ കിടന്ന് ഓടും കിടന്നിട്ട്. അവൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കും ബെല്ലില്ലാത്ത പോലെയാണ് അവൻ്റെ ഓട്ടോ നടത്തൊക്കെ. നടന്ന് ഓടിയൊക്കെ റെഡി പരിചയമായി വരണുള്ളൂ അവന്. അപ്പോഴൊക്കെ അവനിങ്ങനെ ബെഡും കിടന്ന് ഓടണം. എനിക്ക് നെഞ്ച് പടയ്ക്കും. എനിക്ക് അറ്റാക്ക് വരുന്ന പോലെയാണ്. അതുകൊണ്ട് ഞാൻ വേഗം റൂമിൽ നിന്ന് പോയി. പിന്നെ ഞാൻ വേഗം പോയിട്ട് ഉണ്ണികൾക്കുള്ള ബുക്ക് എടുത്തു. അവർ വാക്സിനേഷൻ ചെയ്തതിന്റെ മാർക്ക് ചെയ്യാനുള്ള ബുക്ക് എടുത്തു. ഇത് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഇമ്മ്യൂണിറ്റി കാർഡാണ്. പിന്നെ അംഗനവാടിയിൽ നിന്ന് നമുക്ക് 2 ഉണ്ണികൾക്കും കൂടിയിട്ട് ഒരു ബുക്കാണ് തന്നത്. ഫുള്ള് തിക്കും തിരക്കും ബഹളമായിരുന്നു. ആകെ വെപ്രാളം പിടിച്ചൊരു ഓട്ടമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ 2 പേരും ഒതുക്കിയത് ഈ ഒരു നിലയിൽ 2 പേരും കെടുത്തിയിട്ടുണ്ട്. പിന്നെ ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുക തന്നെയാണ്. എൻ്റെ അച്ഛനെപ്പോൾ വരും? എൻ്റെ അച്ഛൻ വരുമോ? എൻ്റെ അച്ഛൻ വരില്ല ഇനി. ഇത്ര നേരം നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. ചേട്ടൻ അങ്ങോട്ട് വരാറായപ്പോഴേക്കും മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴ എന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു. ചേട്ടൻ ആ ഒരു സമയത്ത് കൃത്യസമയത്താണ് വന്നത്. പക്ഷെ നമുക്ക് ഇറങ്ങാണ്ടിരിക്കാനും പറ്റില്ല. കാരണം നമുക്കൊരു 15 മിനിറ്റും കൂടി ഉള്ളൂ നമുക്ക് ഹെൽത്ത് സെന്ററിൽ പോയിട്ട് കുത്തിവെക്കാൻ. 12:30 അവിടെ കുത്തിവെപ്പ് നിർത്തും. അങ്ങനെ എങ്ങനെയോ ഉണ്ണികളൊക്കെ ആയിട്ട് നമ്മൾ ആ മഴയത്തും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കാറിൽ കയറി. പിന്നെ ഞങ്ങളുടെ അവിടെ നിന്ന് ഹെൽത്ത് സെന്റർ അധികം ദൂരമൊന്നുമില്ല. അതുകൊണ്ട് വേഗം തന്നെ അവിടെ എത്തി. ഞങ്ങളായിരുന്നു ലാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വേഗം തന്നെ ഉണ്ണികളുടെ ഡീറ്റെയിൽസും വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് വേഗം തന്നെ കുത്തിവെക്കാൻ കയറി. ഞാൻ കരുതി 2 പേര് എൻ്റെ മടി വെച്ചിട്ടായിരിക്കും കുത്തിവെക്കാന്ന്. പക്ഷേ ആമീൻ എൻ്റെ മടിയിലും കൊച്ചുവിനും അമ്മയുടെ മടിയിലും വെച്ചിട്ടാണ് കുത്തിവെപ്പ് നടത്തിയത്. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഉണ്ണികൾക്കുള്ള മരുന്നൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴിക്ക് അമ്മേനെയും ഉണ്ണികളെയും വീട്ടിലാക്കിയിട്ട് ഞാനും ചേട്ടനും ഉണ്ണിയും കൂടിയിട്ട് ലാപ്ടോപ്പ് തിരിച്ച് ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 1:30 ആയിരുന്നു. വീട്ടിൽ വന്നിട്ട് തിരിച്ച് വന്നിട്ട് ഫുഡ് കഴിക്കുന്ന രീതിയിലാണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും വിശപ്പ് വരാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു ബേക്കറിയിൽ കയറിയിട്ട് കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ചേട്ടനിപ്പോൾ പോയിട്ടുള്ളത്. അപ്പോഴേക്കും ഉണ്ണി നല്ല ഉറക്കായി. ഉണ്ണി രാത്രി അങ്ങനെ അധികം ഉറങ്ങിയിട്ടില്ല, കൊച്ചു മാമിൻ്റെയും കരച്ചിലൊക്കെ കാരണം. പിന്നെ രാവിലെ നേരത്തെ എണീറ്റിരുന്നു. അതുകൊണ്ട് തന്നെ ഉച്ചയാകുമ്പോഴേക്കും അവൻ ഉറങ്ങിയിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഉണ്ണി ഇങ്ങനെ എൻ്റെ തോളിൽ കിടന്ന് വീണ്ടും ഉറങ്ങണത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു മൊമെന്റ് പാസ് ചെയ്ത് പോവല്ലേ എന്നുള്ള ഒരു ഇതായിരുന്നു. കാരണം എത്ര ആസ്വദിച്ചിട്ടും മതിയാവാത്ത പോലെയായിരുന്നു ആ ഒരു നിമിഷം. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ബസ് സ്റ്റാൻഡിലാണ് കാറ് പാർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളിലേക്ക് നോക്കണം കണ്ടപ്പോൾ ഞാൻ പതിയെ സ്റ്റോപ്പ് ചെയ്തു. എനിക്കെന്തോ ഒരു ഇതുപോലെ തോന്നി. അപ്പം ഞാൻ വേഗം നിർത്തി. അപ്പോഴേക്കും ചേട്ടൻ ഫുഡും കൊണ്ട് വന്നിരുന്നു. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ചു. അവിടെ ഇരുന്നിട്ട് തന്നെയാണ് ഫുഡ് കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഷോപ്പിലേക്കാണ് പോയത്.
ഞങ്ങൾ അവിടെ ചെന്ന ആ ഒരു ടൈമിൽ മഴ ഉണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ചു വരുമ്പോൾ വീണ്ടും നല്ല മഴയായിരുന്നു. ഹലോ. അപ്പോൾ വാക്സിനേഷൻ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലെത്തി. ഇപ്പോൾ ഏകദേശം ഒരു 5 മണി ആയിട്ടുണ്ട് ടൈം. ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. കാരണം ഇന്നലെ തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് നേരം സുഖമായി കിടന്ന് ഉറങ്ങി. ലാപ്പ് കൊണ്ടുകൊടുത്തപ്പോൾ അവർ പറഞ്ഞു സ്ലോ ആവാൻ റീസൺ ചിലപ്പോൾ സ്റ്റോറേജിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. കാരണം ഡാറ്റാസ് ഫുള്ള് ഞാൻ പറഞ്ഞല്ലോ കുറേ ഫോട്ടോസും കുറേ വീഡിയോസും കിടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഡാറ്റാസ് ഫുള്ള് C ഡ്രൈവിലാണ് കിടക്കുന്നത്. D ഡ്രൈവ് കംപ്ലീറ്റ് D ഡ്രൈവ് ക്ലീനാണ്. സോ ഫോർമാറ്റ് ചെയ്താൽ ചിലപ്പോൾ ലാപ്ടോപ്പ് ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് കൊടുത്തു പോന്നു ഞാനും ചേട്ടനും കൂടിയിട്ട്. പിന്നെ നല്ല മഴയായിരുന്നു വരുമ്പോൾ. ഉണ്ണി ഉറങ്ങായിരുന്നു. അതുകൊണ്ട് പിന്നെ വേറെ കുറേ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ വീട്ടിലെത്തി ഫുഡ് കഴിച്ചു. ഉണ്ണികൾ 2 പേരും ഉറക്കമാണ്. വാശിയുണ്ട് കേട്ടോ. കാൽവേദനയും പനിയും ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറുതായിട്ട് വാശിയുണ്ട്. അപ്പോൾ ആമീനെ ഞാനാണ് നോക്കുന്നത്, കൊച്ചുവിനെ അമ്മയാണ് നോക്കുന്നത്. കാരണം കൊച്ചുവിനെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് എന്തോ ഒരു പേടി പോലെയാണ്. എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ വാശി പിടിക്കണത് കാണുമ്പോൾ എനിക്ക് ഈ ഒരു ഇതിലാണ് തോന്നുന്നു. എനിക്ക് ഭയങ്കര ടെൻഷൻ വരുന്ന പോലെ തോന്നുന്നു അവൻ്റെ വാശി കാണുമ്പോൾ. ഉണ്ണിക്ക് തീരെ വാശി ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാനൊരു പേടി. അപ്പോൾ കൊച്ചുവിനെ അമ്മയാണ് നോക്കണത്, ആമീനെ ഞാനാണ് നോക്കണത്. നമുക്ക് ഇവിടെ ഇല്ല, അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ കൊച്ചിവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ചേട്ടൻ പോയിട്ടുള്ളൂ. ചേട്ടൻ തിരിച്ചു പോയി. ഇനിയിപ്പോൾ ഉണ്ണികൾക്ക് നമുക്ക് 6 മണിക്കൂർ കൂടുമ്പോൾ മരുന്ന് തന്നിട്ടുണ്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ഇനിയിപ്പോൾ പിന്നെ വേറെ എന്ന് പറയുന്നത് ഉണ്ണികളെ വെയിറ്റ് കറണ്ടിലിപ്പോൾ അവർക്ക് കാലിൻ്റെ വേദന ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് കരയും പിന്നെ നിൽക്കും, അങ്ങനെയാണ്. ഇപ്പോൾ കറണ്ടിൽ 2 പേരും ഉറങ്ങുകയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. കൊച്ചു ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. വേറെ റൂമിലായിരുന്നു, അമ്മയുടെ കൂടെയായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ട് കിടത്തി. പിന്നെ പറയാനുള്ളത് വെയിറ്റ് ഗെയിനിൻ്റെ പറ്റിയിട്ടാണ്. ആമിയായിരുന്നു ഡെലിവറി ടൈമിൽ. ആമിക്കായിരുന്നു 2.3, കൊച്ചു 1.9 ആയിരുന്നു. കറൻ്റ് ഇപ്പോൾ കൊച്ചു 3.2 ഉണ്ട്, ആമി 3.1 ആണ്. കൊച്ചു ഫ്രണ്ടിലേക്ക് വന്ന് വെയിറ്റിൻ്റെ കാര്യത്തിൽ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ല ഞാൻ ചിലപ്പോൾ ഇപ്പോൾ എൻ്റെ വെയിറ്റ് ഇപ്പോൾ 75 ആയിട്ടുണ്ട്. എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഞാൻ എത്രമാത്രം കരഞ്ഞു എന്നുള്ളത്. അയ്യോ, എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് ഉണ്ണികളെ കുത്തിവെക്കുക എന്നൊക്കെ പറയണത്. ഞാൻ അത്ര എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു ഫസ്റ്റത്തെ പോലെ ആവില്ല. എനിക്കെന്തായാലും ഉണ്ണീനെ കുത്തിവെക്കാൻ കൊണ്ടിട്ട് 4-5 അവൻ്റെ 1.5 വയസ്സിൻ്റെ കുത്തിവെപ്പ് മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ അത്രയും ബോൾഡാവും എന്നൊക്കെ കരുതി. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമുക്ക് ഉണ്ണികൾ കരയണാകുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. ഇനിയിപ്പോൾ ഇന്ന് രാത്രി എനിക്ക് തീരെ മനസ്സമാധാനം ഉണ്ടാവില്ല. അവരെ പനിയുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ട്. ഡെലിവറിക്ക് മുൻപ് ഞാൻ അങ്ങനെ ചായയൊന്നും കുടിച്ചിരുന്നില്ല. പക്ഷെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ ഒരു ദിവസത്തിൽ 2 നേരമെങ്കിലും ഞാൻ പാൽ ചായ കുടിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഇഷ്ടപ്പെടാത്ത ഫുഡുകളൊക്കെ എനിക്കിപ്പോൾ ഒരുപാട് ഇഷ്ടമാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ഫസ്റ്റ് 3 ദിവസം ബണ്ണും ചായയല്ല കുടിച്ചിരുന്നത്. അപ്പോൾ തൊട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ചായേൻ്റെ കൂടെ ഒന്നും അല്ലെങ്കിൽ ബ്രെഡ് അല്ലെങ്കിൽ ബണ്ണ് അതൊക്കെയാണ് എനിക്ക് കൂടുതൽ കഴിക്കാൻ ഇപ്പോൾ തോന്നുന്നത്. പക്ഷേ സത്യാവസ്ഥ എന്താ വെച്ചാൽ അന്ന് കഴിച്ച ആ ഒരു ടേസ്റ്റ് എനിക്കിപ്പോൾ കിട്ടണില്ല എന്നുള്ളതാണ്. അങ്ങനെ കുറേ നേരം ചായയൊക്കെ കുടിച്ച് അമ്മയോട് വർത്താനൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ ഇരുന്നു. ഉണ്ണികൾ വന്നപ്പോൾ തൊട്ട് നല്ല ഉറക്കം തന്നെയാണ്. അപ്പോൾ ഞാനങ്ങനെ കൊതുക് കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരെ കൊതുവലേൻ്റെ ഉള്ളിലൊക്കെ ആക്കി വെച്ചിരുന്നു. പിന്നെ നൈറ്റ് ഫുഡ് കഴിച്ചു. ഫുഡിന് പൊറോട്ടയായിരുന്നു. പക്ഷേ എനിക്ക് ചിക്കൻ കറിയുടെ കൂടെ ചോറ് കൂട്ടി കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ചോറില്ലാത്തതുകൊണ്ട് അതും കൂട്ടി കഴിച്ചു. അപ്പോൾ ഉണ്ണിക്കും കൊടുക്കുന്നുണ്ട്. അവന് നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും കൊടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ അവന് സെപ്പറേറ്റ് ആയിട്ട് ഫുഡും കാര്യങ്ങളൊന്നും ഇതുവരെ വെച്ചിട്ടില്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് കുത്തിവെപ്പ് ആയതുകൊണ്ട് ഉണ്ണികളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് പേടിയായിരുന്നു അവർക്ക് എങ്ങനെയാവും എന്നുള്ളത് ആലോചിച്ചിട്ട്. പക്ഷേ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഉറക്കം തന്നെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതെല്ലാവർക്കും ബൈ.